ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി തമിഴ്നാട് കുമാരകോവിലേക്ക് യാത്രയാണ്. മോർണിംഗ് ഒരു 7 AM ഒക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കുമാരകോവിലിൽ നമ്മൾ എപ്പോഴും പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, അങ്ങനെ 2, 3, 4, 5 തവണയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നേ. പിന്നെ തമിഴ്നാട് കയറുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കൃഷി സ്ഥലവും മലയും എല്ലാം അവിടെ ഇതൊക്കെയാണ് കേട്ടോ. കൂടുതലും മലയാണ് കാണപ്പെടുന്നതും. പിന്നെ കണ്ട സൈഡ് മൊത്തവും കൃഷിയും അങ്ങനെയൊക്കെയാണ്. നല്ലൊരു വൈബാണ് അവിടെ കാണാനൊക്കെ തമിഴ്നാട്ടിൽ. ഇപ്പോൾ പിന്നെ കുറേ ഫ്ലാറ്റും വീടും അങ്ങനെയൊക്കെ വന്നു, പണ്ട് അത്രയും ഇല്ലായിരുന്നു. പിന്നെ ആദ്യം കോവിലിൽ കയറുമ്പോഴത്തേക്ക് ഗണപതിയുടെ അവിടെ പോയി കാല് നനച്ചിട്ട് വേണം കോവിലേക്ക് വരേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആദ്യം നനച്ചതിന് ശേഷമാണ് കോവിലിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഞങ്ങൾ 3 പേര് വൈറ്റാണ് കേട്ടോ. ഏട്ടനും ഞാനും യുവിയും 3 പേര് വൈറ്റാണ് ഇട്ടത്. വൈറ്റ് ഡ്രസ്സായിരുന്നു. ഇതാണ് കോവിൽ. ഈ പടി ഇത്രയും കയറി വേണം. എൻ്റെ മുരുകൻ്റെയാണ് ക്ഷേത്രം. തൃച്ചെന്തൂരായിരുന്നു ആദ്യം യുവിയുടെ മുടിയെടുത്തത്. അപ്പോൾ രണ്ടാമത് എനിക്ക് ഇവിടെ എടുക്കണമെന്നുണ്ട്. കുറച്ചും കൂടെ ആവുമെന്ന് വലുതായതിനു ശേഷം കുമാരകോവിൽ വന്ന് മുടിയെടുക്കണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി. അമ്മാമ്മയ്ക്ക് പിന്നെ കുറച്ച് പാടായിരുന്നു, കാല് വയ്യാത്തതുകൊണ്ട് കയറാനൊരു ബുദ്ധിമുട്ടായിരുന്നു അമ്മാമ്മയ്ക്ക്. എന്നാലും അമ്മാമ്മ കയറിയായിരുന്നു. പിന്നെ യുവിയ ജയ്താമ്മ വെച്ചിരുന്നത്. വീഡിയോ എടുത്തത് ഏട്ടനായിരുന്നു. ഈ വീഡിയോ മൊത്തം എടുത്തത് എനിക്ക് ഏട്ടനാണ്. 2-3 ക്ലിപ്പൊക്കെ ഞാൻ എടുത്തു, ബാക്കി ഏട്ടനാണ് എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറി. തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് തന്നെ ഇത്രയും തിരക്കുണ്ടായിരുന്നു. വലിയ തിരക്കില്ലായിരുന്നു, എന്നാലും തിരക്കായിരുന്നു. ഒരു ചെറിയ രീതിയിലൊരു തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ മലയുടെ മേളിലല്ലേ, അപ്പോൾ കയറുന്ന വ്യൂസും എല്ലാം മലയുടെ ഇതായിരുന്നു. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തലമുടിയൊക്കെ കെട്ടി വെക്കണമെന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ തലമുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷമാണ് അകത്ത് പ്രവേശിച്ചത്. പിന്നെ അകത്ത് 2-3 ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. കോവിലിൻ്റെ അകത്തുള്ള ഫുള്ളായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ചെന്ന് കയറുന്ന ഒരു പോയിൻ്റായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യുവി ഫുൾ ഓട്ടോ ആയിരുന്നു. അതിൻ്റെ അവിടുന്ന് പടിയിറങ്ങുകയും അവന് നല്ല ഇതായിരുന്നു കേട്ടോ. കണ്ടു, യുവി എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയും എല്ലാം നോക്കുന്ന ഇതായിരുന്നു. അവനിപ്പോൾ എല്ലാം കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്നോരോന്നായിട്ട് നോക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. പിന്നെ ഈ കോവിലിൻ്റെ അകത്ത് തന്നെ ചോറൂണുണ്ട്, മുടിയെടുക്കുന്ന പുറത്തായിട്ടാണ്, ചോറൂണ് അകത്തായിട്ടുണ്ട്, 2 വശത്തായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒന്ന് അവിടെ മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ, എന്നാലും കുറച്ച് പാർട്സ് അവിടെ നിന്നുള്ളത് എടുത്തു. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അലൗഡാണ് കോവിലിൻ്റെ അകത്ത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നന്നുവും യുവിയും കണ്ടില്ലേ, ഒരിടത്ത് ഇരുത്തിയപ്പോൾ ഇരിക്കില്ല, അങ്ങ് പോകുന്നു, അവിടെ ഓട്ടും, ഫുൾ ഓട്ടും വെറും തന്നെ. ഇപ്പോൾ യുവിയെ കൊണ്ടുപോകുന്ന സ്ഥലത്തെല്ലാം ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ല, കൂടെ ഓടേണ്ടി വരും. ഞങ്ങൾ വെളിയിലിറങ്ങി വന്നപ്പോൾ ഞാനും അമ്മയും അമ്മാമ്മയും വെളിയിൽ വന്നപ്പോഴത്തേക്കും പിന്നെ നന്നു യുവിയും ഏട്ടനും കൂടി കുറേ അങ്ങ് ഫ്രണ്ടിലോട്ടായി. പിള്ളേർ നിൽക്കുന്നില്ല, ഓട്ടോ വരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് വളഞ്ഞ് നമ്മൾ വന്നപ്പോഴേ കണ്ടുള്ളൂ. പിന്നെ ഇവിടുന്ന് പ്രസാദം മേടിച്ചായിരുന്നു. പിന്നെ യുവി കൊച്ചങ്ങയൊക്കെ കൈക്കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. കൊച്ചങ്ങ കണ്ടതിന് ശേഷം അതിൻ്റെ അടുത്തൊരു വലിയ തേങ്ങ ഉണ്ടായിരുന്നു, അതെടുക്കാൻ പറ്റാത്തപ്പോൾ വീണ്ടും പിന്നെ ഈ കൊച്ചങ്ങയെ തന്നെ എടുത്തുകൊണ്ട് വരുന്നു. ഫുൾ ഓട്ടം തന്നെ ഇത്. അവൻ്റെ കൂടെ ഓടി ഓടി പാതിയും ക്ഷീണിച്ചു. അങ്ങനെ പിന്നെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിയായിരുന്നു. ഉണ്ണിയപ്പം കിട്ടിയപ്പോൾ കൊച്ചങ്ങ അവൻ കണ്ട കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊഴുതു തിരിച്ച് അടുത്ത് പടിയിറങ്ങി താഴേക്ക് വന്നു. നല്ലൊരു ദിവസമായിരുന്നു. നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ശാന്തമായ ഒരു പ്ലേസായിരുന്നു. പടി ഇറങ്ങാനും അമ്മാമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അമ്മാമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു, ഇറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലെ ഏട്ടൻ്റെ റിലേറ്റീവ്സ്, അച്ചാമ്മ അപ്പൂപ്പനൊക്കെ ഇവിടെയാണ്. അപ്പോൾ അവരെ വീട്ടിലൊക്കെ ഒന്ന് പോയായിരുന്നു. ഏട്ടൻ കൊച്ചിൽ വരുന്ന വെക്കേഷനും അവിടുത്തെ അങ്ങനത്തെ ഒരു പ്ലേസൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്.